ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനാ ആഭിമുഖ്യത്തെ തുടർന്ന് പിടിയിലായി സിറിയയിലെ ജയിലുകളിൽ ഇപ്പോഴും 42,000 വിദേശികൾ കഴിയുന്നതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വെളിപ്പെടുത്തുന്നു. ഇവരിൽ പലരും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് വീണ്ടും നിയോഗിക്കപ്പെട്ടേക്കാമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സിറിയയിലെത്തിയവരുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് സംഘടന വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി എത്തിയവരാണിവർ. IS ശക്തി പ്രാപിച്ച കാലയളവിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി 10,000-കണക്കിന് വിദേശികൾ സിറിയയിലെത്തിയിരുന്നെന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ജയിലുകളിൽ 23,000 കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് കഴിയുന്നത്. ഇവരെ സ്വദേശങ്ങളിലേക്ക് അയക്കാത്ത പക്ഷം ഗുരുതര പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധങ്ങൾ വഴി 60 രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ് ക്യാമ്പിലുള്ളത്. പല രാജ്യങ്ങളും ഇവരെ തിരികെ കൊണ്ടുപോകുവാൻ വിസമ്മതിക്കുകയാണ്. ദേശസുരക്ഷ പരിഗണിച്ചു പൊതുജനങ്ങളുടെ എതിർപ്പും ഭയപ്പെട്ടാണ് പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുപോകുവാൻ വിസമ്മതിക്കുന്നത്. ഭൂരിഭാഗം വിദേശ പൗരന്മാരുടെയും തടവ് 5 വർഷത്തേക്ക് കടക്കുകയാണ്. IS-നോട് കൂറുപുലർത്തുന്നവരുടെ നേതൃത്വത്തിൽ ക്യാമ്പിൽ നടക്കുന്ന അക്രമങ്ങളും ആശങ്കയുയർത്തുന്നതാണെന്ന് സംഘടന വ്യക്തമാക്കി. അതേസമയം സുരക്ഷാ സേനയുടെ ജാഗ്രത കുറഞ്ഞതോടെ IS അംഗങ്ങൾ ക്യാമ്പിലുള്ളവരെ വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. വടക്കുകിഴക്കൻ സിറിയയിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുപോകുവാൻ സുരക്ഷാ വിദഗ്ധർ വിവിധ രാജ്യങ്ങളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ക്യാമ്പുകളിൽ തുടർച്ചയായി കഴിയാനിടയാക്കുന്നത് അപകട സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ ഇതിടയാക്കുമെന്ന ഭീതിയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്.